നമസ്കാരം. വാട്സപ്പ് സമീപകാലങ്ങളിൽ ഏറെ പുത്തൻ അപ്ഡേറ്റുകൾ അവതരിപ്പിച്ചു വരികയാണ്. ഉപയോക്താക്കളുടെ ആവശ്യം അറിഞ്ഞുള്ള മാറ്റങ്ങൾക്കാണ് മെറ്റ ശ്രമിക്കുന്നത്. വരും അപ്ഡേറ്റുകളിലും പുതിയ ഫീച്ചർ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് വാട്സപ്പ്. അടുത്തിടെ വാട്സപ്പ് കൊണ്ടുവരുന്ന ഫീച്ചറുകൾക്കെല്ലാം വലിയ കയ്യടിയാണ് ലഭിക്കുന്നത്. ഒന്നിനു പുറമെ ഒന്നായി പുതിയ ഫീച്ചറുകൾ അവതരിപ്പിച്ച് ഉപയോക്താക്കൾക്ക് കാര്യങ്ങൾ ഏറ്റവും വേഗത്തിലാക്കുകയാണ് വാട്സപ്പ്. വോയിസ് മെസ്സേജ് വായിക്കാവുന്ന തരത്തിൽ ടെക്സ്റ്റ് രൂപത്തിലാക്കി ഉപയോക്താക്കളുടെ മനസ്സിൽ കൂടുതൽ ഇടം പിടിക്കുകയാണ് ജനപ്രിയ മെസ്സേജിംഗ് ആപ്പായ വാട്സപ്പ്. വോയിസ് മെസ്സേജ് കേൾക്കാൻ കഴിയാതെ വരുന്ന സാഹചര്യങ്ങൾ കണക്കിലെടുത്താണ് പുതിയ അപ്ഡേഷൻ വാട്സപ്പ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി നിങ്ങൾ തിരക്കേറിയ സ്ഥലത്തോ മീറ്റിംഗിലോ ആയ സന്ദർഭങ്ങളിലാണെങ്കിൽ വോയിസ് മെസ്സേജ് കേൾക്കാൻ കഴിയാതെ വരുമ്പോൾ ഇനി നിങ്ങൾക്ക് എമർജൻസി സമയങ്ങളിൽ വോയിസ് സന്ദേശത്തെ ടെക്സ്റ്റ് രൂപത്തിലാക്കി മാറ്റി വായിക്കാൻ സാധിക്കുന്നതാണ്. വോയിസ് മെസ്സേജുകളെ വായിക്കാവുന്ന തരത്തിൽ ടെക്സ്റ്റ് മെസ്സേജുകളുടെ രൂപത്തിലാക്കുന്നതാണ് വോയിസ് മെസ്സേജ് ട്രാൻസ്ക്രിപ്റ്റ് ഫീച്ചർ. ശബ്ദ രൂപത്തിലുള്ള മെസ്സേജ് അക്ഷര രൂപത്തിലേക്ക് മാറുന്നത് ഡിവൈസിനുള്ളിൽ വെച്ച് തന്നെയായിരിക്കും. ഇത് പൂർണ്ണമായും സുരക്ഷിതമായിരിക്കുമെന്നാണ് മെറ്റയുടെ അവകാശവാദം. വോയിസ് മെസ്സേജിലെ ഉള്ളടക്കം വാട്സപ്പ് അധികൃതർക്ക് പോലും മനസ്സിലാകാനാകില്ല എന്നും മെറ്റ ഉറപ്പ് നൽകുന്നുണ്ട്. നിലവിൽ വാട്സപ്പ് പുറത്തിറക്കിയ ഫീച്ചറുകളിൽ മികച്ചതാകാൻ ഇത് സാധ്യതയുണ്ട്. ഇതോടെ കേൾക്കാനായില്ല എങ്കിലും മെസ്സേജ് എന്തെന്ന് വായിക്കാൻ സാധിക്കും. വോയിസ് മെസ്സേജിന് തൊട്ട് താഴെ തന്നെയാണ് ഇത്തരത്തിൽ വാട്സപ്പ് വോയിസ് മെസ്സേജ് ട്രാൻസ്ക്രിപ്റ്റ് വായിക്കാനായി പ്രത്യക്ഷപ്പെടുന്നത്. ഇംഗ്ലീഷ്, സ്പാനിഷ്, പോർച്ചുഗീസ്, റഷ്യൻ എന്നീ ഭാഷകളിലാണ് നിലവിൽ ട്രാൻസ്ക്രിപ്റ്റ് സംവിധാനം ഉള്ളത്. ഹിന്ദിയോ മറ്റ് ഇന്ത്യൻ പ്രാദേശിക ഭാഷകളോ നിലവിൽ ലഭ്യമല്ല. വോയിസ് ടെക്സ്റ്റ് ആക്കി മാറ്റാൻ വാട്സപ്പിലെ സെറ്റിംഗ്സിൽ മാറ്റം വരുത്തേണ്ടതാണ്. ഇതിനായി വാട്സപ്പ് സെറ്റിംഗ്സ് തുറന്ന് ചാറ്റ്സിൽ ടാപ്പ് ചെയ്യുക. തുടർന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്ത വോയിസ് മെസ്സേജ് ട്രാൻസ്ക്രിപ്റ്റ് എന്ന ഓപ്ഷൻ ടാഗിൾ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഓപ്ഷനുകളിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭാഷ തിരഞ്ഞെടുക്കാവുന്നതാണ്. 2024 നവംബറിലാണ് വാട്സപ്പ് വോയിസ് മെസ്സേജ് ട്രാൻസ്ക്രിപ്ഷൻ പുറത്തിറക്കുന്നതായി അറിയിച്ചത്. യാത്രകൾക്കിടയിലും ബഹളങ്ങൾക്കിടയിലും വോയിസ് മെസ്സേജ് കേൾക്കാൻ സാധിക്കാത്ത സാഹചര്യങ്ങളിൽ ഈ ഫീച്ചർ വളരെയധികം ഉപകാരപ്രദമാകുന്നതാണ്. ഓൺ ഡിവൈസ് പ്രോസസ്സിംഗിലൂടെയാണ് വോയിസ് മെസ്സേജുകളെ ടെക്സ്റ്റ് രൂപങ്ങളാക്കി മാറ്റുന്നത്. ഈ വിവരങ്ങളെല്ലാം തന്നെ സുരക്ഷിതമായിരിക്കുമെന്നും യാതൊരു വിവരവും തങ്ങൾ ശേഖരിക്കില്ല എന്നും വാട്സപ്പ് അന്ന് തന്നെ പറയുന്നുണ്ട്. വോയിസ് മെസ്സേജ് ട്രാൻസ്ക്രിപ്ഷൻ ഫീച്ചർ ആൻഡ്രോയിഡ് ഫോണുകളാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. ഉടൻ തന്നെ അത് iOS ഫോണുകളിലും ഈ ഒരു ഫീച്ചർ ലഭ്യമാക്കുമെന്നും വാട്സപ്പ് അറിയിച്ചിട്ടുണ്ട്. ടൈപ്പ് ചെയ്തതും എന്നാൽ അയക്കാൻ വിട്ടുപോയതോ അല്ലെങ്കിൽ സെൻഡ് ആകാത്തതോ ആയ മെസ്സേജുകൾ ലിസ്റ്റ് ചെയ്യുന്ന ഡ്രാഫ്റ്റ് ഫീച്ചർ വാട്സപ്പിൽ ഇപ്പോൾ ലഭ്യമായി വന്നിട്ടുണ്ട്. ഇതിനു പുറമെ വാട്സപ്പ് വഴിയുള്ള ചിത്രങ്ങൾ റിവേഴ്സ് ഇമേജ് സെർച്ച് നടത്തി യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്തുന്ന ഫീച്ചറും വാട്സപ്പിൽ ഉടൻ വരുന്നുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. 2025 ജനുവരിയിലാണ് ചാറ്റ് അനുഭവം കൂടുതൽ സംവേദനാത്മകവും രസകരവും സൗകര്യപ്രദവുമാക്കുന്നതിനായി നിരവധി ബീറ്റ സവിശേഷതകൾ മെറ്റ പുറത്തിറക്കിയത്. ഉപയോക്താക്കൾക്ക് AI പവർ ചെയ്ത കഥാപാത്രങ്ങളുമായി സംവദിക്കാൻ കഴിയുന്ന AI സ്റ്റുഡിയോ ഫീച്ചർ വാട്സപ്പ് ഈ അടുത്ത് അവതരിപ്പിച്ചിരുന്നു. കൂടാതെ ഇൻസ്റ്റഗ്രാമിലെ സമാന ഫീച്ചറുമായി വാട്സപ്പ് എത്തിയിരുന്നു. പങ്കുവയ്ക്കുന്ന സ്റ്റോറികൾക്കും പോസ്റ്റുകൾക്കും ഉപയോക്താക്കൾക്ക് മ്യൂസിക് ചേർക്കാനുള്ള ഫീച്ചർ അവതരിപ്പിച്ചിരുന്നു.